അങ്ങനെ ഞങ്ങളും ആട് 3 പാർട്ട് 1 കണ്ടു. ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സില് ഉച്ചയ്ക്ക് 12:30ക്കുള്ള ഷോയ്ക്കാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് അട്ടക്കുളങ്ങരയുള്ള ഈ കടയിൽ കയറിയിട്ട് 2 ഷാർജ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഓഡി 1 വെച്ചായിരുന്നു ഷോ. ഇവിടെ ഒരു ടിക്കറ്റ് ചാർജ് ഒക്കെ നൈസായിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 180ന്റെ ടിക്കറ്റ് ഒക്കെ ഇപ്പൊ 200 രൂപ ആയിട്ടുണ്ട്. സിനിമ തുടങ്ങാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ 2 കോഫിയും ഒരു സാൻഡ്വിച്ചും ഒരു ബർഗറും മേടിച്ചു. അവൾ കഴിക്കാനായിട്ട് ബർഗർ എടുത്തപ്പോ ഞാൻ സാൻഡ്വിച്ച് ആണ് പ്രിഫർ ചെയ്തത്. എന്റെ ഒരു സുഹൃത്ത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അവനെ കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്. ഷോർട്ട് ടൈമിന് 2-3 മിനിറ്റ് മുമ്പേ സിനിമ തുടങ്ങിയിരുന്നു. ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ആട് ഫ്രാഞ്ചൈസിയിലെ മറ്റുള്ള സിനിമകളെ പോലെ കോമഡി സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയല്ല ആട് 3. നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റി സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിലെ ഓരോ ഫ്രെയിംസും കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ പാർട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പാർട്ട് 1 മാത്രമേ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. പാർട്ട് 2 ഇനിയും വരാനുണ്ട്. 2 കാലഘട്ടങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ടൈം ട്രാവലിന് ഈ സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുമുണ്ട്. കോമഡിക്ക് പുറമെ മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഈ സിനിമയിലെ പല കോമഡികളും വർക്കാവുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ സിനിമയുടെ എൻഡിങ് നമുക്ക് അടുത്ത ഭാഗം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. സിനിമ മുഴുവനായിട്ട് തീർന്നിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തിനെ ഈ സിനിമയിലെ ഒരു സീനിൽ പോലും കണ്ടില്ല. പക്ഷെ അവൻ ഈ സിനിമയുടെ ഡിലീറ്റഡ് സീനിൽ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്ത്. കൈപ്പുഴ കുഞ്ഞപ്പന്റെ ഈ ഒരു സീനിൽ അവൻ ഉണ്ട് കേട്ടോ. അവനായി ഇട്ടിരിക്കുന്ന ടീഷർട്ട് അത് എന്റെയാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.